Hello everyone, my name is Nizam Seinudi. I am Maran V. Varghese. Basically we are Malayalis, so we are going to talk in Malayalam. ഞങ്ങൾ MBAയുടെ ഭാഗമായി ഒരു അസൈൻമെന്റ് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾ പോകാൻ പോകുന്നതും ഒരു മലയാളി കടയിലേക്ക് തന്നെയാണ്. അപ്പോൾ ഈ കടയുടെ ഉടമസ്ഥയാണിത്. അപ്പോൾ നമുക്ക് ഇവരോട് കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഈ കട തുടങ്ങിയിട്ട് എത്ര? കട തുടങ്ങിയിട്ട് ഒരു 11 വർഷമായി. 11 വർഷം ഈ കട തുടങ്ങി. ഓക്കെ. അപ്പോൾ ഇവിടെ അപ്പോൾ ഇവിടുത്തെ തൊഴിലാളികൾ വടകര പിന്നെ ഇവിടെയുള്ള അവരെത്ര വർഷമായി? ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് 2 ആൾ വന്നതാണ്. അപ്പോൾ ഇവരുള്ള പണിക്കാരൊക്കെ മലയാളികളാണ്. മലയാളികൾ കർണാടകരാരില്ല. ആരില്ല. അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ കച്ചവടം കാര്യങ്ങളൊക്കെ? നമ്മളിവിടെ ഗവൺമെൻറ് കോളേജ് SIS മുനിസിപ്പാലിറ്റി കോളേജിലെ കസ്റ്റമറിലും മെയിനായിട്ട് സ്റ്റുഡൻസ് ആണ്. ഭയങ്കര അധികം സ്റ്റുഡൻസ് ആണ് അല്ലേ? അത് സാധാരണ ലോക്കൽസ് മലയാളികൾ നാട്ടിൽ. ഇവിടെ എന്തൊക്കെ ഭക്ഷണമുണ്ട്? ഇവിടെ ഇപ്പോൾ ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്, നെയ്ച്ചോറുണ്ട്, സാധാ ചോറുണ്ട്. അപ്പം നിങ്ങളുടെ ടൈമൊക്കെ എപ്പോഴാണ്? എത്ര മണിക്ക്? ഞാൻ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ, ഇഡ്ഡലി, പുട്ട്, അപ്പം, രാത്രി ഉച്ചയ്ക്ക് ശേഷം ചോറ്, ബിരിയാണി. അപ്പോൾ ഈ രാത്രി എത്ര മണി വരെ ഉണ്ടാവും? 11 മണി വരെ. അപ്പോൾ നിങ്ങളെ ഫാമിലി ഒക്കെ ഇവിടെ തന്നെയാണോ അതോ? നമ്മൾ ഇവിടെ തന്നെ എല്ലാവരും ഇവിടെ തന്നെ. അപ്പോൾ അന്ന് മുമ്പിൽ വന്ന് ഇവിടെ നിൽക്കുന്നതാണോ? ഞാൻ ഇവിടെ നിൽക്കുന്നത്. നാട്ടിലേക്ക് പോയിട്ട് ഇങ്ങനെ. അപ്പോൾ മക്കളൊക്കെ? മക്കൾ ഇവിടെ ഉണ്ട്. എല്ലാവരും ഇവിടെ തന്നെ പഠിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ നമുക്ക് ഇവിടെ കഴിക്കാൻ കസ്റ്റമർ ഇവിടെ വരും ചെയ്യും. നമ്മൾ പാർസൽ പറഞ്ഞു നമ്മൾ അവിടെ എത്തിക്കും. അപ്പോൾ ഈ ഫോൺ കോൾ മാത്രമേ ഉള്ളൂ? ഫോൺ കോൾ ഡെലിവറി ഫോൺ കോൾ മാത്രമേ? ഇല്ല. അത് നെറ്റ് വിളിക്കുന്നത് നമ്മൾ അതിനുള്ള ഇതെല്ലാം വിളിക്കും, ഫോൺ വിളിക്കും, നമ്മളുടെ സെറ്റിങ്ങും കാര്യങ്ങളും ചെയ്യും. അപ്പോൾ ഇത് ആരാണ് കൊണ്ട് കൊടുക്കല്? ഞാൻ തന്നെ നമ്മുടെ കസ്റ്റമർ സ്റ്റാഫും കൊണ്ടു കൊടുക്കും. അപ്പോൾ ചേട്ടൻ്റെ പേരെന്തായിരുന്നു? കാലിക്കറ്റ്. അപ്പോൾ ഇവിടെ ശരിക്കും എത്രയായി? 3-4 മാസം. 3 മാസമായിട്ടുള്ളൂ. ഇവിടെ മൊത്തം എത്ര പണിക്കാരുണ്ട്? നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കുറച്ച് കടലപ്പുറത്തൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ഉണ്ട്? അവരെന്താ? അങ്ങനത്തൊന്നുമില്ല. നമുക്ക് വരുന്ന കസ്റ്റമർ നമുക്ക് വരുന്നുണ്ട്. നിങ്ങളെ കസ്റ്റമർ നമ്മളെ കുറേ വർഷങ്ങളല്ലേ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തന്ത്രങ്ങൾ ഇറക്കുന്നുണ്ട്? എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടാകും? ഞാൻ അങ്ങനത്തെ ഒരു നാടൻ ഫുഡാണ്. അതിൽ നമ്മളൊരു കെമിക്കലും കാര്യമൊന്നുമില്ല. ഭക്ഷണത്തിന്റെ നിലവാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇവിടെ ബാംഗ്ലൂർ മലയാള കടയിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഫുഡിന് കുറവ് നമ്മൾ ഫുഡ് വളരെ വില കുറവ് നമ്മളെടുത്താണ്. നമ്മൾ ബിരിയാണി 100 രൂപയാണ്, പാർസൽ 150 രൂപയാണ്, ചോറ് 60. പാർസലിനപ്പോൾ 5 രൂപയാണ് കൂട്ടുന്നത് കൂടുതൽ മാത്രം. അപ്പോൾ ഈ ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റ് പോണ ഭക്ഷണം സാധാ ചോറാണോ? സാധാ ചോറ്, ചിക്കൻ ബിരിയാണി. സാധാ ചോറിന് എത്ര? നമ്മൾ 60 രൂപ സാധാ. ബിരിയാണിക്ക് 100 രൂപ. ഹാഫ് ഉണ്ടോ? ഹാഫ് 60. റൈസ് മാത്രം? ചിക്കൻ ബിരിയാണി മാത്രം. റൈസ് 30. റൈസ് 30 രൂപ. ഓക്കെ. അപ്പോൾ ബാക്കിയുള്ള കടയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ കടയിലാണ് നമ്മുടെ ഈ ഏരിയയിൽ വെച്ചിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഒരു കെമിക്കൽ നാടൻ ഫുഡുകൾ മാത്രമേ നമ്മൾ. അതുകൊണ്ട് വരുന്ന കസ്റ്റമർ അപ്പോൾ ഈ ഫ്രൈസ് ഐറ്റംസ് മീൻ, അയില, മത്തി, ക്ലീമീൻ, മാന്തൽ, ഫിഷൊക്കെ അതാണ്. നമ്മൾ ബാംഗ്ലൂർ കടലിൽ നിന്നില്ല. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് വരുന്ന മീനാണ്. ഫ്രഷ് മീൻ വരും. നമ്മളത് ഓർഡറിനനുസരിച്ച് നമ്മൾ ഫ്രഷിട്ട് പാർസൽ നമ്മൾ കൊടുക്കാറുണ്ട്. ഇവിടെ ഇരുന്ന് കഴിക്കാറുണ്ട്. രാത്രി നല്ല എടുത്ത് വരാം. ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെലിവറി 10 നിമിഷം എന്ന് പറഞ്ഞിട്ട് എത്തിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇവിടെ വന്ന് ഇപ്പോൾ ചോദിക്കാന്ന് വെച്ചാൽ നമ്മളൊരു പ്രോജക്റ്റ് അസൈൻമെൻറ്റ് ഭാഗമായിട്ടാണ് നമ്മുടെ കോളേജ്. നമ്മളിപ്പോൾ MBA സ്റ്റുഡൻസാണ്. ഈസ്റ്റ് പോയിന്റ് MBA സെക്കൻഡ് സെം സ്റ്റുഡൻസാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇന്നോവേഷൻ മാനേജ്മെൻറ്റ് ആണൊരു സബ്ജക്റ്റ്. അതിൻ്റെ ഒരു സാറ് തന്നൊരു അസൈൻമെൻറ്റാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ കളി. അവർ തന്ന അസൈൻമെൻറ്റ് എന്ന് വെച്ചാൽ ചെറുകിട വ്യവസായം ഉണ്ടല്ലോ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. അവിടെ പോയിട്ട് അവരുടെ കാര്യങ്ങളും അതൊക്കെ ചോദിക്കലാണ് അവർ തന്ന അസൈൻമെൻറ്റ് തരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇവിടെ വന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഏട്ടനോട് നമ്മൾ കാര്യങ്ങൾ ചോദിച്ച് അതേപോലെ ഇവിടെ ഇപ്പോൾ ഇവരെല്ലാവരും എത്ര ആൾക്കാർ? എല്ലാ റെസ്റ്റിന് വഹിക്കാറുണ്ട്.
ചേട്ടാ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വരുമാനമൊക്കെ എത്ര ഒരു മാസത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിലൊക്കെ എങ്ങനെയാണ് മാസത്തിൽ നമുക്ക് ഇതിൽ ലാഭമൊന്നുമില്ല. നമ്മുടെ കസ്റ്റമറിന് നമുക്ക് നല്ല രീതിയിൽ ചെയ്യുക. അതാണ് മെയിൻ. അതാണ് നമ്മൾ മെയിൻ ചെയ്യുന്നത്. നമുക്കിതിൽ ലാഭങ്ങളൊന്നുമില്ല, നഷ്ടമല്ലാതെ ലാഭമൊന്നുമില്ല. ഈ 11 വർഷമായി 11 വർഷമായിട്ട് ഇപ്പം നേരെ കുറേ ഹോട്ടലുകൾ വന്നല്ലോ. അപ്പം അതിൻ്റെ ഇപ്പോൾ സാധനത്തിന് വില ഭയങ്കര വില, ഉള്ളിക്ക് തക്കാളിന് എല്ലാത്തിനും ഭയങ്കര റേറ്റ്. എന്നാലും നമ്മൾ അതിൻ്റെ ഇതായിട്ട് പിക്കപ്പ് ചെയ്തിട്ട് പോകുന്നുണ്ട്. നമുക്ക് വരുന്ന കസ്റ്റമർ വരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്ര നമ്മൾ ചോദിക്കാനുള്ളൂ. അപ്പോൾ ഈ ഞായറാഴ്ച കസ്റ്റമേഴ്സിന് അപ്പോൾ നമുക്ക് വേണ്ടി സമയം മാറ്റി വെച്ചതിന് വളരെ നന്ദിയുണ്ട്. താങ്ക് യു. നമുക്ക് നമ്മൾ നമ്മുടെ അസൈൻമെൻറ്റ് വർക്ക് ഇവിടെ തീർന്നിരിക്കുകയാണ്. അതിൽ കൂടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക വെച്ചാൽ എന്തൊക്കെ സ്ട്രാറ്റജീസാണ് നമ്മൾ എടുക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എടുക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. അതിലൂടെ നമ്മൾ താങ്ക് യു പറയാനുള്ളത് നമ്മൾ ബാനു സാറോടാണ്. ഇന്നോവേഷൻ പഠിക്കുന്ന ബാനു സാറോട് നമ്മൾ താങ്ക് യു പറയുന്നത്. നമ്മൾ ഈ കാര്യങ്ങൾ ഈ ചെറുകിട വ്യവസായക്കാർ ഏതൊക്കെ രീതിയിലാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്, എങ്ങനെയൊക്കെയാണ് കച്ചവടം നടത്തുന്നത്, ആ കാര്യങ്ങൾ നമ്മൾ ഈ ബാനു സാർ ഈ അസൈൻമെൻറ്റിലൂടെയാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായത്. അതുകൊണ്ട് ബാനു സാറോട് നമ്മൾ വളരെയധികം താങ്ക് യു പറയാനുണ്ട്. ബാനു സാർ എടുക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇന്നോവേഷൻ മാനേജ്മെൻറ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ. ഇതോടെ ഞങ്ങൾ നമ്മുടെ അസൈൻമെൻറ്റ് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ താങ്ക് യു.